DRS മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ ചാനൽ എന്ന് പറയുന്നത് നമ്മൾ DRS എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് റിവ്യൂ ബൈ ശ്രീ എന്നാണ്. എൻ്റെ പേര് ശ്രീരാജ് എന്നാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഈ പേരിട്ടത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മുടെ മത്സരങ്ങളുടെ ഈ പറഞ്ഞ റിവ്യൂ ഒക്കെ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ഇതിനകത്തെ വീഡിയോസ് ഒക്കെ ആണെങ്കിലും കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോകളായിരിക്കും. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോർട്സും അതൊക്കെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു IPL ടൈമിലായിരിക്കും കുറച്ചുകൂടെ അതിന് നമുക്ക് ഒരു ഒരു അവസരം കിട്ടുന്നത്. എന്തായാലും എന്നെ കൊണ്ടാവുന്ന പോലെ ഷോർട്സുകളും കാര്യങ്ങളും, കാരണം നമ്മൾ ഈ ലെങ്ത് ആയിട്ടുള്ള വീഡിയോ എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ പാടാണ് നമ്മൾ ഈ ഷോർട്സ് എടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ ഈ വീഡിയോകളൊക്കെ ഭയങ്കര ഇച്ചിരി ലെങ്ത് കൂടുതലുള്ളതായിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റ് അത്രയും സ്നേഹിക്കുന്നവർക്കായിരിക്കും ഒരു പക്ഷേ ഇത്രയും ലോങ് ആയിട്ടുള്ള വീഡിയോ. കാരണം നമുക്കറിയാമല്ലോ, നമുക്കൊക്കെയും തിരക്കുള്ളവരൊക്കെയാണ്. ആ സ്ഥാനത്ത് നമുക്കിപ്പം ഒരു 10 മിനിറ്റുള്ള വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ പറയുന്ന പോലെ ചിലപ്പം കാണാൻ തോന്നത്തില്ലായിരിക്കും. പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ 10 ആണെങ്കിലും 20 ആണെങ്കിലും ക്രിക്കറ്റിന്റെ നല്ലൊരു ഇതാണ്, ഒരു ചാനലാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ റിവ്യൂ പറയുന്നതോ അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതോ അങ്ങനെയൊക്കെയുള്ള ക്രിക്കറ്റിന്റെ വീഡിയോസ് ആണെങ്കിൽ ഞാൻ ഇരുന്ന് കാണും. അപ്പൊ അങ്ങനെയുള്ളൊരു എന്താ പറയുന്ന ഓഡിയൻസ് ആയിരിക്കും ഒരു പക്ഷെ അവർക്കായിരിക്കും എൻ്റെ ചാനൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്നത്. എങ്കിലും നിങ്ങളെ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ പറയുന്ന റിവ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പോകാനായിട്ട് ഞാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം അതോടൊപ്പം തന്നെ ഞാൻ എല്ലാം തികഞ്ഞവനാണ്, അങ്ങനത്തെ ഒരു സംഭവമില്ല. ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് മിസ്റ്റേക്കുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ തിരുത്താനൊക്കെ നിങ്ങൾക്കുള്ളൊരു അവസരമുണ്ട്. അപ്പം വെരി നെക്സ്റ്റ് വീഡിയോയിൽ തന്നെ നമ്മൾ അതൊക്കെ തിരുത്തിക്കൊണ്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പം അങ്ങനെ നിങ്ങളുടെ കൂടെ ഹെൽപ്പ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെ നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം എന്തായാലും ഈ ചാമ്പ്യൻസ് ട്രോഫിയും അതുപോലെ തന്നെ ഇനിയിപ്പോൾ IPL വരുന്നുണ്ട്. അപ്പം ആ സമയത്തൊക്കെ മികച്ച രീതിയിലുള്ളൊരു മാച്ചിന്റെ റിവ്യൂ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അത്രയും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ളവർക്ക് ഇവനിത് എത്രയും ഇത്ര നേരമാണ് ഇത് എടുക്കുന്നത് എന്നൊക്കെ ചിന്ത ഉണ്ടായിരിക്കും അവരോട്. ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം എനിക്ക് വളരെ പെട്ടെന്ന് ഇതൊക്കെ പറഞ്ഞു പോകാനായിട്ടുള്ളൊരു ഇതില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ലെങ്ത് ആയിട്ടായിരിക്കും ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് അത്രയും ഇങ്ങനെ ഇരുന്ന് കാണാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ വേറെ ഒന്നും അല്ല നോക്കുന്നത്, വിരാട് കോഹ്ലിയുടെ ഒരു കംബാക്ക് തന്നെയാണ്. കാരണം പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ, വിരാട് കോഹ്ലി ഫോം ഔട്ട് ആണ് എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഇറങ്ങിയത്. പക്ഷേ വിരാട് കോഹ്ലി ബാറ്റ് ചെയ്യാൻ വന്നപ്പോൾ മുതൽ അവരുടെ ഈ പറയുന്ന പോലെ എല്ലാ പ്ലാനുകളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തെറ്റിപ്പോയി. കാരണം വിരാട് കോഹ്ലി ഇവരും ചെറിയൊരു ഇന്നിങ്സ് കളിക്കും പോകും എന്നൊക്കെയുള്ള ഒരു പ്ലാനിങ് ആയിരിക്കാം ഒരു പക്ഷെ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത് ഇപ്പൊ നമുക്ക് ഈ ബാബർ അസം ആഫ്റ്റർ ഈ പറയുന്ന മാച്ചിന് ശേഷമുള്ളൊരു പ്രസ് കോൺഫറൻസിൽ ഇപ്പം സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. तो विराट कोहली की बात की जाए कि मैं खुद भी उसकी मेहनत को हैरान हूँ कि उसने किस किस्म की मेहनत की होगी। क्योंकि सारी दुनिया कहते हैं कि आउट ऑफ फॉर्म अगर ऐसे बड़े मैच में आके जिस मैच के लिए पूरी दुनिया वेट करती है, मगर वो खेल के हमसे निकल जाता है। मैं जरूर उसकी फिटनेस लेवल को, इसकी मेहनत को प्रेज करूंगा जिस तरह उसने की है, क्योंकि वो भी एक क्रिकेटर है, हम भी क्रिकेटर है, मगर हमने पूरी कोशिश उसको आउट करने की। അതിനകത്ത് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. എനിക്കും വലിയതായിട്ട് ഹിന്ദി ഒന്നും അറിയത്തില്ല. ഞാൻ കുറച്ചുകൂടെ ഈ പറഞ്ഞ അതിനകത്ത് ഇംഗ്ലീഷിൽ എഴുതി കാണിക്കുന്നതുകൊണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ അതിനകത്ത് പറയുന്ന ഇത്രേ ഉള്ളൂ, വിരാട് കോഹ്ലി ഈ പറയുന്ന പോലെ ഭയങ്കര ഫോം ഔട്ടിലാണ്. കാരണം ലോകത്തിന്റെ മുമ്പിലൊക്കെയും അദ്ദേഹം ഫോം ഔട്ട് തന്നെയാണ്. അപ്പം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ തിരിച്ചു വരവ് അത് നമ്മൾ ആരെയും ഒട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. കാരണം എല്ലാവരും നോക്കുമ്പോൾ കോഹ്ലി ഫോം ഔട്ടിലാണ്. അപ്പൊ ആരും ഒരു ആശ്വാസമുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ബംഗ്ലാദേശോട്ടുള്ളൊരു മത്സരത്തിന് മുമ്പ് തന്നെ അവരുടെ മിറാസ് ഇതുപോലെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ബുംറ ഇല്ലാത്തതും അവർക്ക് വളരെ സന്തോഷമാണ്. കാരണം ബുംറയുടെ ഒരു ബോളിംഗ് അറിയാമല്ലോ. അപ്പം അതും പറയുന്നത് സഞ്ജനയോടാണ്. അതായത് ബുംറയുടെ വൈഫാണ് ആ ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പം സഞ്ജനയോടാണ് ആ ഒരു ഈ പറയുന്ന കാര്യം മിറാസ് പറയുന്നത്. അപ്പം മെഹന്തി ഹസൻ മിറാസ്. അപ്പം ബുംറ ഇല്ലാത്തത് നമുക്ക് ഒത്തിരി സന്തോഷമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ വിരാട് കോഹ്ലി ഉള്ളതും അതും ഫോമിലൂടാണെങ്കിൽ വളരെയധികം ഒരു പ്ലാൻ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇറങ്ങുന്നത്. പക്ഷെ ഇവിടെ വിരാട് കോഹ്ലി കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ പറയുന്ന ഫോം ഔട്ടാണ്. അപ്പൊ ആ ഒരു പ്രതീക്ഷയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കളിക്കാൻ ഇറങ്ങിയത്. വിരാട് കോഹ്ലിയിൽ വലിയതായിട്ട് ഇല്ല കുഴപ്പമില്ല, പിന്നെ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വലിയ ടെൻഷനൊക്കെ അടിച്ചിട്ട് അങ്ങ് പോകുന്നൊക്കെയുള്ളൊരു വിചാരത്തിലായിരിക്കാം ഇറങ്ങിയത്. പക്ഷെ അത് അവരുടെ ഈ പറയുന്ന പോലെ
ഫുൾ പ്ലാനിങ്ങും കാര്യങ്ങളും എന്തിനും മത്സരം തന്നെ ഇനി എടുത്തുകൊണ്ട് പോകുന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് നോക്കിയാൽ ശരിയല്ലേ? കാരണം വിരാട് കോഹ്ലി ഈ ഒരു മത്സരത്തിൽ ഇങ്ങനെ കംബാക്ക് ചെയ്ത് തിരിച്ചു വരുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. അതിപ്പോ ഒരു സെഞ്ചുറിയിലൂടെ തന്നെ തിരിച്ചു വരികയും ഈ പറയുന്ന നല്ല ഫോമിലോട്ട് ആവുകയും ചെയ്യുന്നു. അത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന്റെ നെറുകം തൊലയിലിട്ട് അടിക്കുന്ന പോലൊരു സംഭവമായിപ്പോയി. എന്തായാലും അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അവരെല്ലാവരും ഞെട്ടിപ്പോയി. വിരാട് കോഹ്ലി എപ്പോഴും ആ ഒരു ഫോം അദ്ദേഹത്തിന്റെ ഈ ഇപ്പം റിസ്വാൻ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം അദ്ദേഹം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷെ തിരിച്ച് ഈ ഒരു ലെവലിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അദ്ദേഹം ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെയും പറയുന്നുണ്ട്. അപ്പം ഇവിടെ പറയുന്ന ഇത്രേ ഉള്ളൂ, അവരൊരിക്കലും പ്രതീക്ഷയില്ല വിരാട് കോഹ്ലിയിൽ നിന്നും ഇത്തരത്തിലൊരു ഇന്നിങ്സ് ഉണ്ടാവും എന്നുള്ളത്. അതാണ് നമ്മുടെ കിങ് കോഹ്ലി എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.